ആകെ ആ റോഡാണുള്ളത്. അത് ഗഡ്കരിന്റെ റോഡാണ്, ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്. അത് നിങ്ങളതല്ല. അതിൽ നിങ്ങൾ ഈ എട്ടുകാലി വമ്മുഞ്ഞി ഇത് നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാന്നല്ലാതെ യാതൊരു കാര്യമില്ല. എല്ലാവർക്കും പറഞ്ഞു കേട്ടാൽ തോന്നും ഈ റോഡ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേന് നിൽക്കും. അതില്ലല്ലോ, അത് തുടർന്ന് പോവില്ലേ. അത് ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്. അതിന് 5000 കോടി ഉറുപ്പിക കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത് നമുക്ക് അവകാശപ്പെടാം. ലാൻഡ് എത്ര അത്രേ ഉള്ളൂ. പക്ഷെ ആ റോഡ് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്ത് കടന്ന് പിന്നെയും പോവില്ലേ, സ്റ്റേറ്റ് കൊടുക്കും. അത്രേ ഉള്ളൂ. എന്നിട്ട് എട്ടുകാലി വമ്പഞ്ഞി കാരണം ഈ റോഡ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, നമ്മളും ഇതൊക്കെ തന്നെയാണ് വീഡിയോകളിലൂടെ വിളിച്ചു പറയാറുള്ളത്. നമ്മുടെ രാജ്യത്ത് വികസനം നടക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് വലിയ പുരോഗതി തന്നെയാണ് രാജ്യത്ത് ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നിരന്തരം വിളിച്ചു പറയാറുള്ളത്. അത് കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ സംഘി എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ എന്തു വേണമെങ്കിലും നിങ്ങളുടെ നിലവാരം അനുസരിച്ച്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് വിളിക്കാം. സംഘി എന്നൊക്കെ ആര് വിളിച്ചാലും അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അല്ല, ഇനി നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെയും സംഘി എന്ന് തന്നെ അല്ലേ വിളിക്കേണ്ടത്? കുഞ്ഞാലിക്കുട്ടി ഇപ്പോ ആർക്ക് വേണ്ടിയിട്ടാ സംസാരിച്ചത്? നിതിൻ ഗഡ്കരിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം യഥാർത്ഥത്തിൽ LDFനെ ഒന്ന് മൂലക്കിരുത്താൻ ഒരു യാഥാർത്ഥ്യം പറഞ്ഞിട്ടുള്ളതാ. LDFകാരെ ഒന്ന്, അതായത് പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മരുമകൻ റിയാസിനെയും ഒന്ന് മൂലക്കിരുത്തിയതാണ്. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തിനാണ് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് വലിയ വികസനം കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നു എന്ന് രാജ്യത്തെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സകല സാധാരണക്കാരും തിരിച്ചറിയാം, വിളിച്ചു പറഞ്ഞത് BJPയിലെ ഏതെങ്കിലും ഒരു നേതാവല്ല, മറിച്ച് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയ റെക്കോർഡുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ ഏതെങ്കിലും സംസ്ഥാനങ്ങളോട് മത്സരിച്ചല്ല കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, മറിച്ച് ലോകത്തു തന്നെ ലോക റെക്കോർഡുകളാണ് ഓരോ വികസനങ്ങൾക്കും മുന്നോട്ട് വെക്കുന്നത്. ഈ റോഡിന്റെ കാര്യത്തില് നമ്മൾ വലിയൊരു ലോക റെക്കോർഡിൽ എത്തി നിൽക്കുക. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഹൈവേ റോഡ് ലോകത്ത് 2ാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു. 1ാം സ്ഥാനത്ത് ചൈനയാണുള്ളത്, 2ാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റോഡുള്ള രാജ്യം നമ്മുടെ രാജ്യം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വളർച്ചയുടെ മാറ്റമുണ്ട്. നമുക്കറിയാം, 10-60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യമാണ്. ആ സമയത്ത് തന്നെയാണ് ചൈനക്കും സ്വാതന്ത്ര്യം കിട്ടിയത്. ചൈന രാജ്യം വളർത്തി, നമ്മുടെ ഇവിടെ ഭരിച്ചിരുന്ന കോൺഗ്രസ് സംവിധാനങ്ങൾ അവരുടെ കുടുംബങ്ങൾ വളർത്തി. പ്രത്യേകിച്ച് നെഹ്റു കുടുംബം വളർത്തി. കുടുംബങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വളർന്നത്. ഒരിക്കലും നമ്മുടെ രാജ്യമല്ലായിരുന്നു കോൺഗ്രസ് ഭരിച്ചു മുന്നോട്ട് പോയിരുന്ന സമയത്ത് നടന്നത്. അത് വെറുതെ വിളിച്ചു പറയല്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചെറിയൊരു കണക്ക് മുന്നോട്ട് വെക്കാം. ഞാൻ എടുത്തു പറയാണ്, 2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷമുള്ളതല്ല, അതുവരെയുള്ളത്. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് 9 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ റോഡുമായി ബന്ധപ്പെട്ട നേട്ടം ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. അതായത് 2013-14 വർഷക്കാലത്ത് നമ്മുടെ രാജ്യത്ത് 91,287 നീളമായിരുന്നു റോഡിന്, കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ റോഡിന്റെ നീളം 2024 എത്തുന്ന സമയത്ത്, 23-24 എത്തുന്ന സമയത്ത് 1,45,240 കിലോമീറ്റർ നീളത്തിലേക്ക് എത്തി. അത് മാത്രമല്ല, 59% വളർച്ച ഉണ്ടായത്. ഏത് 10-60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച് മുന്നോട്ട് പോയതിന് കേവലം ഒരു 9 വർഷം അല്ലെങ്കിൽ 10 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് 59% വളർച്ച. ഇനി അത് മാത്രമല്ല, 2013-14 കാലത്ത് 4 വരിപ്പാത ഉണ്ടായിരുന്നത് 18,371 കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ അത് 2023-24 എത്തുന്ന സമയത്ത് 44,654 കിലോമീറ്ററിലേക്ക് എത്തി.
എത്ര വലിയ മാറ്റമാണ് 9 വർഷം കൊണ്ടുണ്ടായതോ 19 വർഷക്കാലം കൊണ്ട് അതിനു മുമ്പേയുള്ള നമ്മുടെ രാജ്യത്തെ ഒരു മാറ്റവുമാ ആളുകൾ ഇതിലൂടെ തിരിച്ചറിയേണ്ടത്. 9 വർഷത്തിനിടെ 4 വരി പാതയുടെ വ്യാപ്തി 2 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇവിടെ സകല ആളുകളും അറിയേണ്ട മറ്റൊരു യാഥാർത്ഥ്യം കൊണ്ടുണ്ട്. ഈ ടോളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ രാജ്യത്തേക്കുള്ള വരുമാനം 4770 കോടി രൂപയായിരുന്നു 2013-14 വർഷക്കാലം വരെ ടോളായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം അത് ഫാസ്ടാഗ് ഉപയോഗിച്ച് ആളുകൾ ടോൾ ബൂത്തുകളിൽ കാത്തിരിപ്പ് മാറ്റിയിട്ട് അതൊക്കെ ആ വൈകിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ മാറ്റി ഫാസ്ടാഗിലേക്ക് എത്തിച്ചതിന് ശേഷം അത് നേരെ മാറിയിട്ട് 41,342 കോടി രൂപ വരുമാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തി. മാത്രമല്ല 2030 1,30,000 കോടി രൂപ വരുമാനത്തിലേക്ക് ഈ ടോൾ സംവിധാനങ്ങൾ എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ 2030 2023 കണക്കനുസരിച്ച് മുന്നോട്ട് വിളിച്ചു പറഞ്ഞ സമയത്ത് വലിയ ബഹളായിരുന്നു. 2030 നിങ്ങൾ കണക്ക് കൂട്ടണ്ട എന്ന്. അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നോ ആവോ. കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ സമസ്ത മേഖലകളിലും വികസനം നടക്കുന്നത്. ഏതായാലും കുഞ്ഞാലിക്കുട്ടി തന്നെ റോഡിന്റെ കാര്യത്തില് നിതിൻ ഗഡ്കരിക്ക് കേന്ദ്ര സർക്കാരിന് കൈയടിച്ചിരിക്കുന്നു. ഇനി കുഞ്ഞാലിക്കുട്ടിയെ സംഖ്യയാക്കാനൊന്നും ആരും ഓടണ്ട. ഈ യാഥാർത്ഥ്യങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. ഇതിൽ വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമുണ്ട് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഡൽഹിയിലെ റിംഗ് റോഡില് 30 ടൺ മാലിന്യം ഉപയോഗിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു വികസനമായിട്ട് മാലിന്യ സംസ്കരണത്തിലൂടെ റോഡ് സംവിധാനം വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റെയിൽവേ എടുക്കുകയാണെങ്കിൽ, രാജ്യത്ത് ആഭ്യന്തര കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ 2013-14 വർഷക്കാലം മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ഓരോ നഗരങ്ങളിലും ഏതു സമയത്തും ബോംബ് പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നത് മാറി. വലിയ മാറ്റം, വലിയ സമാധാനത്തിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ എത്തിയിരിക്കുന്നു. ഇത് കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ട് ഇത് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞതാ. നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത് മാത്രല്ല, ആ വിളിച്ചു പറഞ്ഞത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കുഞ്ഞാലിക്കുട്ടി അത് കേരള പൊതുസമൂഹത്തിലേക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ 100% ഉറപ്പുള്ള കാര്യമാണ് രാജ്യത്ത് വലിയ വികസനം നടക്കുന്നു എന്നുള്ളത്. അത് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തില്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില്, റെയിൽവേ, അങ്ങനെ എല്ലാ മേഖലയും നമ്മുടെ രാജ്യത്ത് വലിയ പുരോഗതി ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചു പറയുന്ന സകലരെയും നിങ്ങളൊക്കെ ഇവിടെയുള്ള ജിഹാദി തീവ്ര ചിന്താഗതിക്കാർ സംഘികളാക്കാൻ ശ്രമിച്ചാൽ രാജ്യത്ത് പിന്നെ സംഘികളെ ഉണ്ടാവൂ. യാഥാർത്ഥ്യങ്ങൾ പറയും ബോധമുള്ള സകല ആളുകളും. ഏതായാലും കുഞ്ഞാലിക്കുട്ടി യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ നേരുന്നു.